Today we will discuss about powers and roots of complex numbers. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ പവേഴ്സും റൂട്ടും ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചെടുത്ത ഒരു ഇക്വേഷൻ കണ്ടിരുന്നു. Z1 × Z2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കുക. ഇഫ് Z = R cos θ plus I sin θ, then substitute Z1 = Z2 = Z in equation 1. അപ്പൊ നമ്മൾ ആ Z1 Z2 എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റില് Z1 ഉം Z2 ഉം Z ആയിട്ട് തന്നെ എടുക്കാം ആ ഇക്വേഷനില്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? Z² എന്ന് കിട്ടും, which is equal to R1 R2 പകരം R² കിട്ടും. cos θ1 plus θ2 പകരം cos θ plus θ കിട്ടും, പ്ലസ് I sin θ plus θ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? R² θ plus θ എന്ന് പറഞ്ഞാൽ 2θ ആണ്. അപ്പൊ cos 2θ plus I sin 2θ. അപ്പൊ ഇതേപോലെ Z³ എന്ന് പറയുന്നത് എന്തായിരിക്കും? Z² × Z ആയിരിക്കും. അപ്പൊ അതും ഇതുപോലെ തന്നെ നമുക്ക് Z³ എന്ന് പറയുന്നത് R³ cos 2θ plus θ കിട്ടും. അപ്പൊ cos 3θ ആയി, പ്ലസ് I sin 3θ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 എന്ന് പറയുന്നത് മോറോവർ 1 സിൻസ് 1 = 1 × cos 0 plus I sin 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ Z ഇൻവേഴ്സ് ഇന്നലെ കണ്ടായിരുന്നു. അങ്ങനെ Z⁻² എന്ത് വരും? 1/Z² ആണ്, which is equal to R⁻² cos -2θ plus I sin -2θ. അപ്പൊ അത് Z ഇൻവേഴ്സ് ഇല്ലേ, Z ഇൻവേഴ്സിന്റെ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ജനറലി അപ്പൊ നമുക്ക് nth പവർ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ പറയാം: Z⁻n = R⁻n × cos nθ plus I sin nθ എന്ന് പറയാം. ജനറലി ഒരു nth പവർ ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇഫ് R = 1 ആണെങ്കിൽ, ഇഫ് R = 1 ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും, ഈ ടൈം മാത്രമായി മാറും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വരും? ഈ Z-നെ നമ്മൾ cos θ plus I sin θ എന്ന് എഴുതി. അതിന്റെ പവർ ആണ്, nth പവർ ആണ്, which is equal to cos nθ plus I sin nθ എന്ന് കിട്ടും. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആണ്. R 1 ആവുമ്പോ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ അത് ഈ ഇക്വേഷനെ നമ്മൾ പറയാ ഡി മൂവീസ് ഇക്വേഷൻ, MOIVRE ഫോർമുല എന്ന് പറയും. അപ്പൊ ഇത് പല സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമുക്കൊരു cos θ plus I sin θ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ പവർ കാണാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവിടെ R 1 ആയ കേസിൽ നമുക്ക് അതിന്റെ പവർ എന്ന് പറയുന്നത് അതിന്റെ ആംഗിളിന്റെ കൂടെ n മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്ര പവർ ആണോ കാണുന്നത് ആ n മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് nth പവർ കിട്ടും. ഇനി നമുക്ക് nth റൂട്ട് എങ്ങനെ കാണും നോക്കാം. അടുത്തത് nth root of a non-zero complex number. A number W is said to be an nth root of a non-zero number Z if W power n = Z. എന്ന് വെച്ചാൽ W എന്ന് പറയുന്നത് Z-ന്റെ nth റൂട്ട് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, W power n എന്ന് പറയുന്നത് Z ആയിട്ട് എഴുതാം. ഇഫ് വി ലെറ്റ് W എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്പർ ആയിട്ട് എടുക്കാം, പോളാർ ഫോം റോ cos 5 plus I sin 5 എന്നും and Z = R cos θ plus I sin θ എന്ന് എടുക്കാം. Be the polar forms of W and Z. Then W⁻n = Z implies, നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തിട്ട് W കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, പവർ കാണാൻ നമുക്കറിയാലോ അല്ലേ. റോ ഇൻറ്റു കോസ് 5 പ്ലസ് ഐ സൈൻ 5 ഓൾ പവർ n ഈക്വൽ ടു z ആണ്. ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ പവർ എടുത്താൽ നമുക്കറിയാം റോ റേസ് ടു n കോസ് n5 പ്ലസ് ഐ സൈൻ n5 എന്ന് കിട്ടും. ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ റോ റേസ് ടു n ഇൻറ്റു കോസ് n5 ഇവിടെ ആർ കോസ് n ആർ കോസ് തീറ്റയും അല്ലേ. അപ്പൊ റിയൽ പാർട്ട് ആദ്യം ഇക്വേറ്റ് ചെയ്യുക. റോ റേസ് ടു n കോസ് n തീറ്റ n5 ഈക്വൽ ടു ആർ കോസ് തീറ്റ. അതുപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ റോ റേസ് ടു n സൈൻ n5 ഈക്വൽ ടു ആർ സൈൻ n തീറ്റ എന്ന് ഇടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ കോസ് ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് എന്താ, ഇവിടെ ആർ റേസ് ടു എന്നും ഇവിടെ ആറും ആണ്. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ എന്ത് വരും, രണ്ട് കേസിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. റോ റേസ് ടു n എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം, ആറായിട്ട് എഴുതാം. അതുപോലെ കോസ് n5യും കോസ് തീറ്റയും അപ്പൊ സെയിം ആയിരിക്കും. കോസ് n5 എന്ന് പറയുന്നത് കോസ് തീറ്റ ആയിരിക്കും. അതുപോലെ ഇവിടെ സൈൻ n5 എന്ന് പറയുന്നത് സൈൻ തീറ്റ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് റോ എന്ന് പറയുന്നത് എന്ത് കിട്ടും, റോ ഈക്വൽ ടു ആർ റേസ് ടു 1/n കിട്ടും. പിന്നെ n5 എന്ന് പറയുന്നത് തീറ്റ ആവാം, തീറ്റയുടെ കൂടെ 2π അല്ലെങ്കിൽ 2kπ ആഡ് ചെയ്യുന്ന ആംഗിൾസും ആവാം അല്ലെ. ആൻഡ് n5 ഈക്വൽ ടു തീറ്റ പ്ലസ് 2kπ. k എന്ന് പറയുന്നത് എനി ഇൻഡിജർ. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. നമുക്ക് കാണേണ്ടത് w ആണ്. അതിൽ നമുക്ക് ആവശ്യമുള്ള റോയും ഫൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് റോ കിട്ടി, ഫൈ ആണ് ഇനി കിട്ടുള്ളത്. സിംപ്ലൈസ് റോ ഈക്വൽ ടു ആർ റേസ് ടു 1/n ആൻഡ് ഫൈ ഈക്വൽ ടു n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തീറ്റ പ്ലസ് 2kπ by n where k is any integer. അപ്പൊ നമുക്ക് w നെ എങ്ങനെ എഴുതാം, therefore w equal to r raised to 1/n. റോ ആണ് ആദ്യം, കോസ് ഫൈ ആണ്. കോസ് ഫൈ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ പ്ലസ് 2kπ by n പ്ലസ് ഐ സൈൻ ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് തീറ്റ പ്ലസ് 2kπ by n. ഇതാണ് നമ്മുടെ nth റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. w എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ nth റൂട്ട് ആയിട്ട് എടുത്തത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ k എന്ന് പറയുന്നത് 1 0 1 2 3 അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമ്മൾ എടുക്കാം അല്ലെ. നമ്മളിവിടെ ഈ k എന്ന് പറയുന്നത് നമ്മള് എനി ഇൻഡിജർ എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ കോസിന്റെയും സൈനിന്റെയും കേസിൽ നമുക്കറിയാം
എന്താ 2π കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ റിപ്പീറ്റ് ചെയ്താ വരുന്നത്. കോസ് വാല്യൂം സൈൻ വാല്യൂം സെയിം റിപ്പീറ്റ് ചെയ്താ വരുന്നത്. അപ്പൊ ഇവിടെ k എന്ന് പറയുന്നത് നമ്മള് 0 1 2 3 എക്സെട്ര n-1 വരെ എടുത്തു. അപ്പൊ ഇതിന് ശേഷം നമ്മൾ n-നേക്കാളും വലിയ കേസ് കൊടുക്കുമ്പോൾ k > n കൊടുക്കുമ്പോൾ നമുക്ക് സെയിം സൈൻ ഫംഗ്ഷനും സെയിം കോസ് ഫംഗ്ഷനും കിട്ടാം. അപ്പൊ അതെങ്ങനെയാ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഫൈ ആണ് ഇങ്ങനെ എടുത്തത് അല്ലെ. ഫൈ = തീറ്റ പ്ലസ് കെനെ ഞാന് ഒരു എന്നിന്റെ കൂടെ എം ആഡ് ചെയ്യുന്നത്. എം എന്ന് പറയുന്നത് 0 1 2 3 അങ്ങനെ ആയിട്ടെടുത്തു. പൈ ബൈ n. അപ്പൊ m = 0 1 2 3 എക്സെട്ര. അപ്പൊ ഇതിൽ നിന്ന് തീറ്റ പ്ലസ് അതിന് 2mπ എടുത്തു. mπ ബൈ n എടുത്തു. അതിന്റെ കൂടെ 2nπ ബൈ n വരും അല്ലെ. 2nπ ബൈ n എന്ന് പറയുമ്പോ n കട്ടായി പോയി 2π ആയി അല്ലെ. അപ്പൊ 2π ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ആംഗിളിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. ഇത് = തീറ്റ പ്ലസ് 2mπ ബൈ n ഉള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഈ k എന്ന് പറഞ്ഞ വാല്യൂ ചെയ്യുന്നത് 0 to n-1 വരെ ആവശ്യമുള്ളൂ. അപ്പോ ഹെൻസ് നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ hence nth root of non-zero complex number z equal to r cos theta plus I sin theta are given by wk equal to r raised to 1 by n cos theta plus 2k pi by n plus I sin theta plus 2k pi by n. ഇത് n ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടുകൾ കിട്ടാനാണ് കേട്ടോ. മറ്റേത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. വേർ k = 0 1 2 3 എക്സെട്ര k-1. ഇപ്പൊ ഇത് റൂട്ട് w0 ഓഫ് എ കോംപ്ലക്സ് നമ്പർ z. w0 എന്ന് പറയുമ്പോൾ 0th റൂട്ട്. ഇവിടെ k 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കോസ് തീറ്റ ബൈ എന്നും സൈൻ തീറ്റ ബൈ n കിട്ടും അല്ലെ. അപ്പോ w0 എന്ന് പറയുമ്പോൾ k 0 കൊടുക്കുന്നതാണ്. അപ്പോൾ w0 എന്ന് പറയുന്നത് റൂട്ട് w0 ഓഫ് എ കോംപ്ലക്സ് നമ്പർ z obtained by using the principal argument of z with the k = 0, sometimes called principal nth root of z. അപ്പൊ ഈ w0നെയാണ് k എന്ന് പറയുന്നത് 0 കൊടുത്തിട്ട് ഇതില് കിട്ടുന്ന വാല്യൂ അതില് വെച്ചാൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് ആണ് അവിടെ കിട്ടുക നമുക്ക്. അപ്പൊ ആ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ പറയാ പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് z എന്ന് പറയും. അപ്പൊ നമുക്കിനി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് 3 ക്യൂബ് റൂട്ട്സ് ഓഫ് -8. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 ഉണ്ടാവും, റൂട്ട് എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ 3 ക്യൂബ് റൂട്ടുകളും കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ -8 അതിന്റെ പോളാർ ഫോം എഴുതണം. The polar form of -8i is -8i equal to എന്ത് വരും? ഇവിടെ r cos theta plus I sin theta ആണ് എഴുതണം. ഇവിടെ -8i ആണ് നമ്മുടെ നമ്പർ. അപ്പൊ അതിന്റെ r എന്ന് പറയുന്നത് എന്ത് വരും? r എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ നമ്മൾ അതിന്റെ ഫസ്റ്റ് പോളാർ ഫോം ചെയ്യുന്നിടത്ത് ഫോം ചെയ്തായിരുന്നു. r എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? r എന്ന് പറഞ്ഞാൽ √(x²+ y² ആണ്. അപ്പൊ ഇവിടെ x ഇല്ല, y മാത്രമേ ഉള്ളൂ. അപ്പൊ √8² -8².
അതെന്ന് പറഞ്ഞാൽ 8 തന്നെ വരും. അപ്പൊ R എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്. പിന്നെ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം -8i. എക്സ് ആക്സിസിൽ 0യും വൈ ആക്സിസിലാണ് നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെ താഴേക്കാ വരിക. അപ്പൊ ഇവിടെ π/2 ആണെങ്കിൽ ഇത് -π/2 ആയിട്ട് എടുക്കും. സാധാരണ നമ്മൾ -π/2 അല്ല പറയാ, ഇവിടെ നമ്മൾ 3π/2 ഒക്കെയാ പറയാ. പക്ഷെ നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസാണ് നമ്മൾ എടുക്കുന്നത്, പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എടുക്കുന്നത്. അത് -πക്കും πക്കും ഇടയിൽ വരുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ -π/2 എന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് തീറ്റ -π/2 വരുന്നത്. അപ്പൊ എന്ത് വരും? 8 ഇൻറ്റു സൈഡിൽ നിങ്ങൾ ആറും തീറ്റയും കണ്ടുപിടിക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചോളൂ കേട്ടോ. cos -π/2 പ്ലസ് I sin -π/2. ഇതിനെ നമുക്ക് π/2 എന്ന് പറയുന്നത് പല രീതിയിലാക്കാം. 2kπ 3kπ അങ്ങനെ 2π റേഡിയൻസ് ആഡ് ചെയ്ത് പോവാം. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഞാൻ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് വെച്ചിട്ടാണ് എഴുതിയത്. which is equal to cos -π/2 plus 2kπ plus I sin -π/2 plus 2kπ. ഇങ്ങനെ എഴുതാം. വേറെ k എന്ന് പറയുന്നത് എനി ഇൻഡിജർ 0 +or-1 +or-2 എക്സെട്ര. ഇനി നമ്മൾ ഒരു ക്യൂബ് റൂട്ട് എടുക്കാൻ പോകുന്നത് -8i all raised to 1/3. ഇതെങ്ങനെയായിരുന്നു കാണുന്നത്? ഈ നമ്പർ എഴുതുക. 8 cos -π/2 plus 2kπ plus I sin -π/2 plus 2kπ all power 1/3. അപ്പൊ 1/3 പവർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ആദ്യം 6ന്റെ 1/3 പവർ എടുക്കും. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 2 വരും. പിന്നെ ഇതിനെ നമ്മള് കോസ്, ഇത് തീറ്റയാണ്, കോസ് തീറ്റ പ്ലസ് 2kπ/n ആണ്. അപ്പൊ ഇവിടെ 2kπ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല. മൈനസ് കോസ് -π/2 പ്ലസ് 2kπ/3 എന്ന് എഴുതി. അതുപോലെ ഇവിടെ എഴുതുക സൈൻ -π/2 പ്ലസ് 2kπ/3. അപ്പൊ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. 2 കോസ് -π/2/3 എന്ത് വരും? -π/6 വരും പ്ലസ് 2kπ/3 പ്ലസ് I sin -π/6 plus 2kπ/3. k എന്ന് പറയുന്നത് ഇവിടെ k നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാണ് 0 to 0 1 2 n-1 വരെയുള്ളൂ. n എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആയതുകൊണ്ട് 0 1 2 വരെ ഉണ്ടാവുള്ളൂ k. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെയിം ആംഗിൾ സെയിം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് വരിക. ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന 3 നമ്പേഴ്സ് ഉണ്ടാവുള്ളൂല്ലോ. 3 നമ്പറിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ഈ n-1 വരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. അപ്പൊ ഇതാണ്. ഇനി 3 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Hence the 3 cube roots of -8i are first w naught എന്ന് പറയുന്നത് 2 cos -π/6. ഇവിടെ kക്ക് 0 കൊടുക്കുമ്പോൾ -π/6 പ്ലസ്
I sin minus pi by 6. അതിന്റെ വാല്യൂ എന്ത് വരും? കോസ് മൈനസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 6 തന്നെ. കോസ് പൈ ബൈ 6 എന്ത് വരും? √3/2 വന്നു. ഇവിടെയാണെങ്കിൽ സൈൻ മൈനസ് പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പൈ ബൈ 6 ആണ്. അപ്പൊ നമുക്കത് മൈനസ് 1/√2 കിട്ടി. ഇവിടെ നമുക്ക് മൈനസ് I 1/√2 എന്ന് എഴുതി. ഇതെന്താണ്? സോറി 1/2 ആണ്. 1/2 2 നമ്മൾ കട്ട് ചെയ്താൽ ബാക്കി എന്ത് വരും? √3 - I. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ റൂട്ട്. ഇനി സെക്കൻഡ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിച്ചതിൽ കെക്ക് 0, 1, 2 വരെ കൊടുക്കുക. സോറി W1 കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് വരും? 2 × cos minus pi by 6 plus 2 pi by 3 plus I sin minus pi by 6 plus 2 pi by 3 കണ്ടുപിടിക്കാം. 2 × minus pi by 6 plus 2 pi by 3. ഇതിലിപ്പോ സാധാരണ ഡയറക്റ്റ് വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ വാല്യൂ ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങളൊന്ന് ആംഗിൾ ഒന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്തുവരും? -3π plus 6 × 2 12π divided by 6 × 3 18 കിട്ടും. കട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ കട്ട് ചെയ്യാം. അതിനെ ഇവിടെ നമുക്ക് 6ഉം അപ്പോ 4π - π എന്ത് വരും? 3π. 3π by 6 എന്ന് പറഞ്ഞാൽ π/2 വരും അല്ലെ? π/2 ആണ് ഇവിടെ ആംഗിൾ വരിക എന്ന് തോന്നുന്നു. അപ്പൊ π/2 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നെങ്കിൽ cos π/2. cos π/2 എന്താ? സീറോയാണ് വരിക. cos π/2 സീറോയും sin π/2 1ഉം വരും. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇതാണ് 2i. ആംഗിൾ ഇവിടെ കിട്ടുന്ന അനുസരിച്ചാണ് ഇവിടെ മാറുന്നത്. ഇനി അടുത്ത W2 ഇതുപോലെ കണ്ടുപിടിക്കാം. 2 cos minus π/6 plus 2 × 2 4π/3 plus I × sin ഇത് ആംഗിൾ തന്നെ -π/6 plus 4π/3 എന്ന് വരും. അപ്പൊ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് വരും -3, അല്ലെങ്കിൽ നമുക്ക് 6 ഡിനോമിനേറ്റർ ആണ് 6 ആക്കാം. 6 ആക്കി കഴിഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇവിടെ 8ഉം 6. അപ്പൊ 8π - π എന്ന് പറയുമ്പോൾ 7π/6 വരും. അപ്പൊ ഇതിലെ 7π/6 കോസ് വാല്യൂ സൈൻ വാല്യൂ കണ്ടുപിടിക്കാം. കോസ് 7π/6 എന്ന് പറയുമ്പോൾ -√3/2 വരും. ഇത് -1/2 വരും. ട്രിഗണോമെട്രിക് വാല്യൂസ് ഐഡന്റിറ്റീസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വെച്ചാലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്ത് വരും? -2 രണ്ടിടത്തും കോമൺ ആണ്. 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്ത് കിട്ടും? -√3 - I. അപ്പൊ നമ്മുടെ 3 കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലെ? -√3 - I, 2i -√3 - I. ഇവിടെ √3 - I ആണ്. അപ്പൊ 3 ക്യൂബ് റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പറും കിട്ടി. ഈ സ്ക്വയർ റൂട്ട് ആണെങ്കിലും ഓക്കെ, സ്ക്വയർ റൂട്ട് ആണെങ്കിൽ 2 വാല്യൂസ്, ക്യൂബ് റൂട്ട് ആണെങ്കിൽ 3 വാല്യൂസ്, ഫോർത്ത് റൂട്ട് ആണെങ്കിൽ 4 വാല്യൂസ്. അപ്പൊ അങ്ങനെ വരുള്ളൂ. W0, W1, W2, W3. അപ്പൊ അത് ശ്രദ്ധിക്കണം. n റൂട്ടുകൾ അല്ലെങ്കിൽ n-1 പറഞ്ഞു കഴിഞ്ഞാൽ ആ n-ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചുമ്മാ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ മോഡൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എളുപ്പത്തിൽ കിട്ടും.